മലയാളത്തിലെ ആദ്യത്തെ ക്യാമ്പിംഗ് പശ്ചാത്തലമാക്കിയിട്ടുള്ള സിനിമയാണ്. അപരിചിതരായ കുറേ ആളുകൾ ഒരു സ്ഥലത്ത് ഒത്തുകൂടലാണ് ഈ സിനിമ. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 8 പാട്ടോളമുണ്ട്. ഈ 8 പാട്ടിലൂടെയുള്ള ഒരു ജേർണിയാണ്, അല്ലെങ്കിൽ ഒരു പ്രണയത്തിൻ്റെ യാത്രയാണ് ഈ കൂടൽ. അതാണ് പറയാനുള്ളത്. ബിബിൻ, ഇത് പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എത്ര നായകന്മാർ ഇത് കാണുമ്പോൾ എന്നെ കാണുമെങ്കിലും ശരിക്കും പുലിവാല കല്യാണത്തിന് സജീവമായിട്ടിരിക്കുന്ന പോലെയാണ് ഞാൻ ഇരിക്കുന്നത്. എന്നെ ഒന്ന് വിടല്ലേ എന്നുള്ളത്. ഇവിടെ ആദ്യം വന്ന് ഇതൊക്കെ പറയാൻ വേണ്ടി വന്നത്. അപ്പോൾ ഇവിടെ ചെറിയ സാങ്കേതിക തകരാറ് കൊണ്ടിട്ട് രണ്ടാമത് പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പിന്നെ തോന്നി, ഞാൻ രണ്ടാമത് വന്നപ്പോൾ ഇപ്പോൾ പഴയ സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്ന സമയമുള്ളൂ. ഞാൻ രണ്ടാമത് റിലീസ് ആയതാണ് 4K അറ്റ്മോസ്ഫിയർ. മരീന ബീച്ച് സിനിമയുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടർ ഈ സിനിമയിൽ ഇതിലെ സെറ്റിൻ കുമാറിന്റെ കൂടെ ഉള്ള ഒരു നായികയാണ് ഞാൻ. അപ്പം ഞാൻ സത്യം പറഞ്ഞെങ്കിൽ ഞങ്ങളുടെ പോസ്റ്റർ ഇത്രയും വലിയ സ്ക്രീനിൽ ആദ്യമായിട്ട് കാണാം. അപ്പം അതിൻ്റെ ഒരു ഇതിൽ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. കോസ്റ്റ്യൂം ചെയ്ത ആദ്യത്തെ നാളൊരു പ്രത്യേകം നന്ദി അറിയിക്കേണ്ടത്. എസ്പെഷ്യലി വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സിനിമയാണ്. ഒരുപാട് കാലത്തിന് ശേഷം ഇത്രയും PR-ഉം മാർക്കറ്റിംഗും ഒക്കെ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന സിനിമയാണ്. ചെറിയ സിനിമയാണ് എന്ന് തോന്നും, പക്ഷേ ചെറിയ സിനിമയല്ല അല്ലേ. വിഷ്വലി ഒക്കെ ഒരുപാട് ഭയങ്കര റിച്ച് ആയിട്ടുള്ള സിനിമയാണ്. കള്ളാണെന്ന് വിചാരിക്കും. നിങ്ങളെല്ലാവരും സിനിമ കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇഷ്ടമാവുകയാണെങ്കിൽ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. നിങ്ങളിതൊന്ന് കാണണം എന്നുള്ളതാണ് നമ്മളുടെ ബേസിക് റിക്വസ്റ്റ്. നിങ്ങൾ സിനിമ കാണുക എന്നുള്ളതാണ്, എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ടീം വർക്കാണ്. ഒരു ഡയറക്ടർ മാത്രമല്ല, 2 പേരുണ്ട്. ഷാനിക്കയും ഷാഫിക്കയും കൂടെയാണ് ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 പേരുടെ ഒരു ഒത്തുകൂടലാണ് ഈ സിനിമ. അപ്പം അതുപോലെ ഞങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത സിനിമയാണ്. അപ്പം നെക്സ്റ്റ് പടം ഏതാണെന്ന് ചോദിക്കുന്ന ആളുകളോട്, എൻ്റെ സുഹൃത്തുക്കളോട്, ഇതാണ് എൻ്റെ നെക്സ്റ്റ് മൂവി. എല്ലാ പ്രാർത്ഥനയും വേണം. താങ്ക് യു സോ മച്ച് മഞ്ജു ചേച്ചി, ഇത് പ്രൊമോട്ട് ചെയ്ത് എഫേർട്ട് എടുക്കുന്നതിന്. നമുക്ക് സംവിധായകർക്ക് എന്താണ് പറയാനുള്ളതും കൂടി